ഞാനിന്ന് പറയാൻ പോകുന്നത് കാശ്മീരിൽ താമസമാക്കിയ കോഴിക്കോട്ടുകാരത്തി ഷബ്ന സുലൈമാൻ എന്ന യുവതിയെ കുറിച്ചാണ്. അവരോട് ന്യൂസ് 18 റിപ്പോർട്ടർ കാശ്മീരിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ കുറച്ച് ചോദിച്ചിന്. അപ്പോൾ ഇവരെന്തോ ആധികാരികമായി എനിക്ക് അറിയാവുന്ന പോലെ കുറേ കാര്യങ്ങൾ എങ്ങനെ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടർ ആദ്യം വിരിച്ചത് ഇവർ CRPF ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ഇവരല്ല, ഇവരുടെ അമ്മാവനാണ് CRPF-ൽ. ഇവർ പറയുന്നത് കേട്ടാതൊന്നും ഇവർ CRPF-ലാണ്. ഇവർ മിലിറ്ററി കാര്യങ്ങളെല്ലാം അറിയുന്ന പോലെ പറഞ്ഞു. ഇവരെന്ത് ഉദ്ദേശത്തിലാണെന്ന് പറഞ്ഞതെന്ന് അറിയില്ല കുറെ കാര്യങ്ങൾ. പക്ഷെ അവർ ഉദ്ദേശിച്ചത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും സംഘികൾക്ക് ആഘോഷിക്കാനുള്ള വകുപ്പ് ഇവർ നൽകി. ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സെക്കൻഡ് കാര്യങ്ങൾ ഞാനിവിടെ വെക്കുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കട്ടെ നിങ്ങൾ. എത്ര നമ്മൾ സ്നേഹിച്ച് ചേർത്ത് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ ഉള്ളില് ഇവര് വേറൊരു ഇത് എന്നുള്ള എന്താണ് ജാതിയോ മതമോ അല്ലെങ്കിൽ വേറൊരു നാഷണൽ ആ ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഷബ്ന സുലൈമാൻ പറഞ്ഞു വരുന്നത് ഈ കാശ്മീരികൾക്ക് വേറൊരു രാജ്യം, അതായത് പാകിസ്ഥാനികളാണെന്നുള്ള ഒരു ബോധമാണ് ഉള്ളതെന്നാ പറഞ്ഞു വരുന്നത്. നന്ദിയില്ലാത്ത വർഗം എന്നാ പറഞ്ഞു വരുന്നത്. അതായത് ഇവർ ഈ വാക്കുകൾ ഒരിക്കലട്ടെ അറിയാതെ വായുന്ന കൂടല്ല, ഈ വീഡിയോയിൽ പല ഭാഗത്തായിട്ട് ഇവർ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത്ര സ്നേഹിച്ചാലും നന്ദിയില്ലാത്ത വർഗം എന്ന് അതുണ്ടല്ല. സംഘികൾക്ക് ആഘോഷിക്കാനുള്ള നല്ല വകുപ്പ്. ഇവരെന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞതെങ്കിലും സംഘികൾക്ക് അതിന്റെ അടിയിൽ വന്ന കമന്റ് വായിച്ചത് അറിയാം. ഇനി ഷബ്ന സുലൈമാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. ഈ ആക്രമണത്തിന് ശേഷം നടന്നതാണ്, അതും കൂടി ഷബ്ന സുലൈമാൻ കാണണം കേട്ടോ. ഈ നന്ദിയില്ലാത്ത വർഗം കാശ്മീരികൾ കാണിച്ചു കൂട്ടിയ കുറച്ച് കോപ്രായങ്ങൾ. പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരിൽ ഭീകരന്റെ തോക്ക് പിടിച്ചു വാങ്ങി എന്നിട്ട് സഞ്ചാരികളെ രക്ഷിച്ച ആദിൽ ഹുസൈൻ ഷായും. ഈ ആദിൽ ഹുസൈൻ ഷായും നിങ്ങൾ പറഞ്ഞ നന്ദിയില്ലാത്ത വർഗത്തിൽപ്പെട്ട കാശ്മീരിയാണ് ഷബ്ന സുലൈമാൻ. ഇദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു. ഇദ്ദേഹം അവിടെയുള്ള ആ ഭീകരർ കൊല്ലപ്പെടാത്താൻ നോക്കുന്നത് എന്റെ സഹോദരിയാണ്, എന്റെ സഹോദരനാണ്, എന്റെ മകനാണ്, എന്റെ അച്ഛനാണ്, എന്റെ അമ്മയാണെന്നുള്ളൊരു ബോധം ഇയാൾക്ക് ഉണ്ടായിപ്പോയി. ഈ നന്ദിയില്ലാത്ത കാശ്മീരിക്ക് അവർ രക്ഷപ്പെടുത്താൻ നോക്കിയെടുക്കുന്നതാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. എന്തൊരു നന്ദിയില്ലാത്ത കാശ്മീരി അല്ലേ ഷബ്ന സുലൈമാൻ. ഇനിയും കാണിച്ചു തരാം. ഇത് വേറൊരു നന്ദിയില്ലാത്ത കാശ്മീരിയാണ്, സാജിദ്. ഇത് ഒരു വിനോദസഞ്ചാരിന്റെ മകന ആ സംഭവ സ്ഥലത്ത് നിന്ന് എടുത്തു കൊണ്ടുവരികയാണ്. ഇത്തിരി ദുർഘടമായ വഴിയിൽ തോളിൽ ചുമലിലേറ്റി കൊണ്ടുവരികയാണ്. നന്ദിയില്ലാത്ത ഒരു കാശ്മീരി. സംഘികൾ പറയും ഇത് ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ മകനാണെന്നെല്ലാം പറഞ്ഞ് അടിച്ചിറക്കും എല്ലാ സംഘികളെ. ഇത് സഞ്ചാരിയുടെ, ഒരു വിനോദസഞ്ചാരിയുടെ മകനാണെന്നുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അതിലടിക്കാൻ നിന്ന് ഞാൻ ആദ്യമായി വീഡിയോ ആദ്യം വരും കേട്ടോ. ഇത് നിങ്ങൾ പറഞ്ഞ നന്ദിയില്ലാത്ത കാശ്മീരിയാണ് ഷബ്ന സുലൈമാൻ. ഇനിയും കാണിച്ചു തരാം. आपको याद रखेगा कुछ ना। चलो सर, थैंक यू। हम आपके साथ हैं। हम इसकी पूरी मजम्मत करते हैं। थैंक यू सो मच। ये हम पे हमला हुआ है, आप लोगों पे नहीं हुआ है सर। थैंक यू सो मच। हम इसके खिलाफ हैं। थैंक यू सो मच। ഇത് നന്ദിയില്ലാത്ത കുറെ കാശ്മീരികളുണ്ട് ഷബ്ന സുലൈമാൻ, ഒരാളല്ല. വിനോദസഞ്ചാരികൾ ഈ ആക്രമണത്തിന് ശേഷം പേടിച്ച് തിരിച്ചു പോകുമ്പോൾ അവർക്ക് കുടിവെള്ളം കൊടുക്കുകയാണ് ഈ നന്ദിയില്ലാത്ത കാശ്മീരികൾ. എന്തൊരു നന്ദിയില്ലാത്തവരല്ലേ ഷബ്ന സുലൈമാൻ. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഈ വാക്കുകൾ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ സംഘികൾക്ക് അത് മതി കേട്ടാ. നിങ്ങൾ തന്നെ നിങ്ങളുടെ മതത്തെക്കുറിച്ച് പറഞ്ഞ് കാശ്മീരിൽ നിങ്ങളെന്തോ അറിയുന്ന പോലെ, നിങ്ങൾ ഒരുപാട് വർഷം അവിടെ കാശ്മീരികളെ കുറിച്ചെല്ലാം അറിയുന്ന പോലെയാണ്. മിലിറ്ററിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന പോലെ ഇവർ പറയുന്നത്. ഇവർക്ക് എങ്ങനെയാണ് മിലിറ്ററി രഹസ്യങ്ങൾ അറിയാം? നിങ്ങളൊരു സാധാരണ വ്യക്തി മാത്രമാണ്. നിങ്ങളുടെ അമ്മാവൻ CRPF-ൽ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ അമ്മാവൻ പറയാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനെ അടിച്ചു വിടുന്നു, തള്ളലിങ്ങനെ തള്ളിയെന്ന്. പക്ഷെ ഏത് സമയത്താണ് നിങ്ങൾ തള്ളിയതെന്നറിയാം. ഒരു നാട് കത്തിക്കാൻ ഒരു ടീം നിൽക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഈ ഭീകരാക്രമണം നടത്തിയ സൈഫുള്ള ഖാലിദ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് സംഘികൾ സംസാരിക്കുന്നില്ല. പാകിസ്ഥാനെ കുറിച്ച് സംഘികൾ സംസാരിക്കുന്നില്ല. അവർ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമാണ്, അവരാണ് ഈ ഭീകരവാദികൾ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നിടക്കാണ് ഷബ്ന സുലൈമാൻ നിങ്ങൾ ഇമാതിരി വർത്താനം പറഞ്ഞത്. നിങ്ങൾ എന്ത് വൃത്തിയായിട്ട സംസാരിച്ചേ. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ കൊടുത്ത വാർത്തേന്റെ അടിയിൽ വന്ന കമന്റ് കാണണം കേട്ടാ. സംഘികൾ ഏത് ലെവലിലാണ് ആ കാര്യങ്ങൾ കൊണ്ടുപോയതെന്ന്. നിങ്ങളെ മനസ്സിൽ കുറച്ചെങ്കിലും നന്മ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കണം കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പക്ഷെ അതിൽ അവിടെ ഇടക്ക് പറയുന്നുണ്ട് ഏത് പകുതിയിലേറെ കാശ്മീരികൾ ഇപ്പോഴും തീവ്രവാദത്തിന് അനുകൂലിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തറിവിലാണ് പറയുന്നത്? കുറച്ചാൾക്കാർ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നിങ്ങൾ പകുതിയിലേറെ എല്ലാം അറിയുന്ന ആളെ പോലെ. നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക, അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ കാണുക കേട്ടാ. നിങ്ങൾക്ക് അല്പമെങ്കിലും മനസാക്ഷി ബാക്കിയുണ്ടെങ്കിൽ, അല്ല നിങ്ങളിത് മുസ്ലിം സമുദായത്തിനെ കുറ്റപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്ത വീഡിയോ ആണെങ്കിൽ നിങ്ങൾ അതിൽ വിജയിച്ചിരിക്കുന്നു. പക്ഷെ എന്നാലും ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ആ മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുക്കില്ല, ഞാൻ അവരെ ചേർത്ത് പിടിക്കും. അവർ തീവ്രവാദികളാണ് നിങ്ങൾ പറഞ്ഞ വാക്കിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം ഞാൻ അറിയുന്ന ഒരു മുസ്ലിമും തീവ്രവാദി ആകില്ല. പക്ഷെ നിങ്ങൾ അറിയുന്ന ഏത് മുസ്ലിമാണെന്നറിയില്ല, നിങ്ങൾ എങ്ങനെ മുസ്ലിമായി എന്ന് എനിക്കറിയില്ല. എന്നാ പിന്നെ ശരി, ഓക്കെ.